ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. എല്ലാവരും ആറ്റുകാൽ പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമെന്ന് കരുതുന്നു. ഈ മാസം മാർച്ച് മാസം 13-ാം തീയതി വ്യാഴാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീജനങ്ങൾ പങ്കെടുത്ത് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരു സുദിനമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം. 10 ദിവസത്തെ ഉത്സവമായിട്ടാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ഇത് ആചരിക്കുന്നത്. അമ്മയ്ക്ക് കാപ്പ് കിട്ടുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. പിന്നെ എല്ലാ ദിവസവും തോറ്റമ്പാട്ടുണ്ടായിരിക്കും. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഓർമ്മ ഇതായിട്ട് എല്ലാ ദിവസവും തോറ്റമ്പാട്ടുണ്ടായിരിക്കും. പിന്നെ കുത്തിയോട്ട കുട്ടികൾ ഈ 9 ദിവസവും ദേവീക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് ആറ്റുകാൽ അമ്പലത്തിൽ തന്നെ താമസിച്ച് വേണം വ്രതം എടുത്ത് ആ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നതിന്. അല്ലാതെ പൊങ്കാല ഇടുന്നവർ 6 ദിവസത്തെ വ്രതം എടുക്കുന്നവരുണ്ട്, 9 ദിവസത്തെ വ്രതം എടുക്കുന്നവരുണ്ട്, അവസാനത്തെ 3 ദിവസം മാത്രം വ്രതം എടുക്കുന്നവരുമുണ്ട്. അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എടുക്കാം. ഇതിന് വലിയ കഠിനമായ വ്രതനിഷ്ഠകളൊന്നുമില്ല. മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാതെ എടുക്കുന്ന വ്രതമാണ്. ആഹാരമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല എന്നുണ്ട്. പിന്നെ രാവിലെയും വൈകിട്ടും കുളിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ പൊങ്കാലയുടെ അന്ന് പുതുവസ്ത്രങ്ങൾ ധരിക്കണമെന്നൊരു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും പുതിയ വസ്ത്രങ്ങളായിരിക്കും. അത് ഒരുപാട് വില കൂടിയത് എന്നർത്ഥമില്ല. സാരിയോ സെറ്റ് മുണ്ടോ എല്ലാം പുതിയത് ഉടുത്താണ് മിക്കവാറും എല്ലാവരും പൊങ്കാല ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ പൊങ്കാലയുടെ അന്ന് രാവിലെ ഒന്നും കഴിക്കാറില്ല. പൊങ്കാല തിളച്ച് വാങ്ങിയതിന് ശേഷം മാത്രമേ വെള്ളം പോലും കുടിക്കുന്ന പതിവുള്ളൂ. പിന്നെ പൊങ്കാല തിളച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നവരുണ്ട്. അതുപോലെ പൊങ്കാല വാങ്ങി വെച്ചതിന് ശേഷം ആഹാരം കഴിക്കുന്നവരുണ്ട്. പിന്നെ രാവിലെ 10 മണി 10:15 ആകുമ്പോൾ പൊങ്കാല ഇടാൻ തുടങ്ങും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്കോ 1:30, ഇപ്രാവശ്യം 1:30 തോന്നുന്നു പൊങ്കാല നിവേദ്യം നടക്കുന്നത്. അതിന് ശേഷം ആഹാരം കഴിക്കുന്നവരും ഉണ്ട്. പൊങ്കാല ഇട്ട് വാങ്ങി വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ലാതെ രാവിലെ ഒന്നും കഴിച്ചുകൊണ്ട് പൊങ്കാല ഇടുന്ന പതിവില്ല. പിന്നെ അത് ആരോഗ്യം അനുവദിക്കാത്തവർക്ക് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഒരു പൊങ്കാല ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അവരവരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ കഴിവതും എല്ലാവരും ആറ്റുകാലിൽ തന്നെ ചെന്ന് പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അത് ആറ്റുകാലിൽ അമ്പലത്തിനടുത്തൊന്നും ഇപ്പോൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും പരിസര പ്രദേശങ്ങളിൽ പോയി പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ കോവിഡ് വന്നതോടുകൂടി നമ്മൾ അവരവരുടെ വീടുകളിൽ പൊങ്കാല ഇടാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നു. അതനുസരിച്ച് നമ്മുടെ വീടുകളിൽ നമുക്ക് പൊങ്കാല ഇടാം. ഇപ്പം ഒരു വിളക്ക് കൊളുത്തി ഗണപതി പടുക്കയൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ദേവിയെ സങ്കല്പിച്ച് ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നമുക്ക് പൊങ്കാല ഇടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. എവിടെ ഇട്ടാലും ദേവിയുടെ നമ്മൾ മനസ്സോടെ അർപ്പിച്ച് ചെയ്യുന്ന കർമ്മത്തിന് ദേവിയുടെ അനുഗ്രഹം എന്തായാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആറ്റുകാൽ അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോകാൻ പറ്റിയില്ല എന്ന് കരുതി ആരും പൊങ്കാല ഇടാതിരിക്കേണ്ട. അവരവർക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം. ഇപ്പം 3 ദിവസത്തെ വ്രതം അവസാനം ഇപ്പോൾ ഈ 3 ദിവസത്തെ വ്രതം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസമെങ്കിലും വ്രതം നിന്ന് പിറ്റേ ദിവസം നമുക്ക് പൊങ്കാല ഇടുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പിന്നെ വാലായ്മ അശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ പൊങ്കാല ഇടാൻ പാടില്ല. അങ്ങനെയുള്ളവർ പൊങ്കാല ഇടണ്ട. അല്ലാത്തവർക്ക് നമ്മുടെ വീടുകളിൽ തന്നെ പൊങ്കാല ഇടുന്നതിലോട് കുഴപ്പമില്ല. TV-യിൽ നോക്കി അടുപ്പ് കത്തിക്കുന്ന സമയം നോക്കി നമുക്ക് പൊങ്കാല ഇടാം. അതുപോലെ നിവേദിക്കുന്ന സമയത്ത് നമ്മുടെ ആ വിളക്കിന് മുമ്പിൽ ഇരിക്കുന്ന കിണ്ടിയിലെ വെള്ളം വെച്ച് നിവേദ്യം നമുക്ക് തന്നെ ദേവിയുടെ സങ്കല്പിച്ച് നിവേദ്യം അർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയും പൊങ്കാല ഇടാം. അതുകൊണ്ട് പൊങ്കാല ഇടാൻ തിരുവനന്തപുരം വരെ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ ഗൾഫിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പൊങ്കാല ഇടാൻ പോകാൻ പറ്റിയില്ല എന്ന് കരുതി നമ്മൾ ചെയ്യാതിരിക്കേണ്ട. അവരവരുടെ മനസ്സോടെ ദേവിക്ക് അർപ്പിക്കുന്ന പൊങ്കാല ദേവി സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പിന്നെ ആറ്റുകാലിൽ വരെ പോയി പൊങ്കാല ഇടുന്ന ഇപ്പോൾ ഈ വർഷം നമ്മൾ പോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷവും ആ സമയമാകുമ്പോൾ അവിടെ പോയി പൊങ്കാല ഇടണമെന്നൊരു ആകർഷണം തോന്നും എന്നുള്ളത് സത്യമാണ്. പിന്നെ അത് സൗകര്യമുള്ളവരും അതിന് സാഹചര്യമുള്ളവരും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ 9 ദിവസം വ്രതം ഉള്ളതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് പോയി ദേവിയെ കണ്ട് തൊഴുത് ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നത് ഏറ്റവും നല്ലതാണ്.
പിന്നെ ദേവിക്ക് പായസം, കടും പായസമാണ് ഏറ്റവും പ്രധാനം. കടും പായസം എന്നത് ശർക്കര പായസം. പിന്നെ പാൽപ്പായസം ഇടാം, മണ്ടപ്പുറ്റ് ഉണ്ടാക്കും. മണ്ടപ്പുറ്റ് കണ്ണ്, ചെവി, അങ്ങനെ നമുക്ക് തലവേദന അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ അത് മാറുന്നതിന് വേണ്ടിയിട്ട് മണ്ടപ്പുറ്റ് ഉണ്ടാക്കി വയ്ക്കും. മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി, ചെറുപയർ ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ച് അത് അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും പഴവും പിന്നെ അല്പം നെയ്യും ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഉണ്ട പോലെ ഉരുട്ടി വെക്കുന്നതാണ് മണ്ടപ്പുറ്റെന്ന് പറയുന്നത്. അത് ഇതുപോലുള്ള അസുഖങ്ങൾ മാറുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണെന്ന് പറയും. അതുപോലെ തെരളി ഉണ്ടാക്കാം. എന്തൊക്കെ നമുക്ക് ദേവിക്ക് അർപ്പിക്കാൻ താല്പര്യമുള്ള അതെല്ലാം ഉണ്ടാക്കി സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആറ്റുകാലിൽ എല്ലാം ഉണ്ടാക്കി ആൾക്കാർ സമർപ്പിക്കുന്നത് കാണാം. ഞങ്ങളും എല്ലാം ഉണ്ടാക്കാറുണ്ട്. മിക്കവാറും എല്ലാം പൊങ്കാല ഇട്ടിട്ടുള്ള സമയങ്ങളിലൊക്കെ എല്ലാം ഉണ്ടാക്കി സമർപ്പിക്കാറുണ്ട്. അതുപോലെ വെറും വെള്ള നിവേദ്യം ഉണ്ടാക്കി അവിടെ ദേവിക്ക് സമർപ്പിക്കും. അങ്ങനെ അവരവർക്ക് മനസ്സിൽ എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ നമുക്കുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കാം. കിട്ടുന്ന ഒരു സുദിനമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം. അങ്ങനെ എല്ലാവരും പൊങ്കാല ഇടാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ പൊങ്കാല ഇടാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട. അടുത്ത വർഷം ദേവി നമുക്ക് അനുഗ്രഹിക്കും. അതുപോലെ അത് പോയി ദേവിയുടെ സന്നിധിയിൽ പോയി ഇടാൻ കഴിയുന്നവർ അങ്ങനെ ഇടാം. അല്ല നമുക്ക് വീടുകളിൽ പൊങ്കാല ഇടാൻ താല്പര്യമുള്ളവർക്ക് അന്ന് നന്നായിട്ട് വീട് ശുദ്ധീകരിച്ച് നമുക്ക് പൊങ്കാല ഇടുന്ന സ്ഥലമൊക്കെ ശുദ്ധീകരിച്ച് നമുക്ക് പൊങ്കാല ഇടുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതിലൊന്നും ആരും ഒന്നും വിഷമിക്കുകയും വേണ്ട. അതൊക്കെ അവരവരുടെ മനസ്സിൻ്റെ തൃപ്തി പോലെ ചെയ്താൽ മതി. അങ്ങനെ പിന്നെ ഇത്രയൊക്കെയാണ് പൊങ്കാലയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വൈകിട്ട് കുത്തിയോട്ടത്തോടുകൂടി പിന്നെ ദേവിയുടെ എഴുന്നള്ളത്തോടുകൂടി പൊങ്കാല അവസാനിപ്പിക്കും. അതുപോലെ തന്നെ പെൺകുട്ടികൾ താലപ്പൊലി എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് വളരെ മനോഹരമായിട്ട് കുട്ടികളെ ഒരുക്കി നന്നായിട്ട് നല്ല നല്ല ചിലവോടുകൂടിയാണ് കുട്ടികളെ ഒരുക്കി താലപ്പൊലി എടുക്കുന്നത് ആറ്റുകാൽ അമ്പലത്തിൽ കണ്ടിട്ടുള്ളത്. അതും ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു സുദിനമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം. അതുകൊണ്ട് കഴിവതും എല്ലാവരും പൊങ്കാല ഇടാൻ ശ്രമിക്കുക. പൊങ്കാല ഇടാനിരിക്കുന്ന എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.